ഹായ്, ഞാൻ ഡോക്ടർ പി പ്രതാപൻ, സെൻറ്റർ ഫോർ ജെറന്റോളജിക്കൽ സ്റ്റഡീസിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് സംസാരിക്കുന്നത് വയോജന അവകാശങ്ങളെക്കുറിച്ചാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് ചൂഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. മുതിർന്ന പൗരൻ എന്ന് പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞയാളാണ്. 70 വയസ്സ് 80 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവരുടെ ശാരീരിക നില, അവരുടെ മാനസിക നിലയിലൊക്കെ ഇടിവ് സംഭവിക്കും, ഓർമ്മശക്തി കുറയും. അപ്പം ഈ ഒരു അവശത മുതലെടുത്തുകൊണ്ട് പലതരത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾക്കും അവർ ഇരയാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൂഷണമാണ് ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ അടുത്ത കാലത്ത് നടക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റ് വഴി കിട്ടുന്ന മെസ്സേജിൽ നിങ്ങൾ ഒരു സാമ്പത്തിക തിരിമറി നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളൊന്ന് അനങ്ങിപ്പോകരുത് എന്ന് പറയും. ഇത് കേട്ട് ഭീതിയിലാകുന്ന വയോജനങ്ങൾ ഒരു അറസ്റ്റിലായ വ്യക്തിയെ പോലെ അനങ്ങാതെ സ്വന്തം വീട്ടിൻ്റെ മുറികളിൽ നിൽക്കുകയും അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പണം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഉള്ള സംഭവങ്ങൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് ഒരു തരം ഒരു സ്കാം എന്ന് പറയാം, ഓൺലൈൻ സ്കാം ആണ്. രണ്ടാമത്തേതാണ് ഈ ഫ്രോഡിന് ഇരയാകുന്നു. ഫ്രോഡെന്ന് ഉദ്ദേശിച്ചത് സ്വന്തം സ്വന്തം മക്കളും ബന്ധുക്കളുമാണ് ഇതിന് പിന്നിലുള്ളത്. അവരെ എന്തെങ്കിലും ഒരു വീട് വിൽക്കുക, സ്ഥലം വാങ്ങിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ അവസാനം സാമ്പത്തികമായിട്ട് പറ്റിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഈ കഴക്കൂട്ടത്തുണ്ടായ ഒരു സംഭവം, ഒരു മുതിർന്ന പൗരയുടെ മകൻ, അവർക്ക് 3 മക്കളുണ്ട്, അതിലെ ഒരു മകൻ ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടി ആ സ്ഥലം എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലം മകൻ്റെ പേരിൽ എഴുതി കൊടുത്തു. ആ ഒരു റെക്കോർഡ് വെച്ച് ഈ മകൻ 2019 ലോൺ എടുക്കുകയും 2021 അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ ലോൺ തിരിച്ചടച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ബാങ്ക് ജപ്തി ചെയ്യുന്നതിന് പകരം അവരെ വന്ന് ഭീഷണിപ്പെടുത്തി, നിരന്തരം ഗുണ്ടകൾ പോലെയുള്ള ആൾക്കാർ വന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുന്ന അവസ്ഥയാണ്. മറ്റു 2 മക്കളുണ്ട്, അവരുടെ സ്ഥലവും പോയി, മറ്റു 2 മക്കൾക്ക് അവകാശപ്പെട്ട അവകാശവും പോയി. ഇത് ഒരു ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വളരെ നയപരമായി ഇടപെട്ട് മുതിർന്ന പൗരൻ്റെ സ്ഥലം കൈമാറ്റം ചെയ്ത് പറ്റിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇതുപോലെ തന്നെ മിക്കവാറും വീടുകളിൽ, പ്രത്യേകിച്ച് ഈ സ്ത്രീധനത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ സ്ഥലം എഴുതി കൊടുക്കുക, വീട് എഴുതി കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും അവസാനം മുതിർന്ന പൗരൻ കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്കാമാണ് ഒരു തുക നിക്ഷേപിച്ചാൽ അതിൻ്റെ ഇരട്ടി തുക 1 വർഷം കൊണ്ട് കിട്ടും എന്ന് പറഞ്ഞ് ചില പണ തട്ടിപ്പുകൾ ചില ആൾക്കാർ നടത്തുന്നുണ്ട്. അതിനും മുതിർന്ന പൗരന്മാർ ഇരയാകാറുണ്ട്. അപ്പോൾ പലതരം ഈ സ്കാമുകൾ, പലതരം ഫ്രോഡുകൾ ഒക്കെ ഈ മുതിർന്ന പൗരന്മാർ, ഓൺലൈൻ തട്ടിപ്പും ഈ വെർച്വൽ അറസ്റ്റും പോലെയുള്ള കാര്യങ്ങൾക്ക് മുതിർന്ന പൗരന്മാർ ഇരയാകുന്നുണ്ട്. അവരെ അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം അവർക്കുണ്ട്. താങ്ക് യു.